ഇത് ഈ കാണുന്ന സെലേറിയയും സ്വിഫ്റ്റും i20 സെയിലിനായിട്ടാണ്. ഈ i20 വരുന്നത് 2017 മോഡലാണ്. ഡീസലാണ്, ഫ്യൂവൽ ടൈപ്പ് ഡീസലാണ്. ഓണർഷിപ്പ് തേർഡാണ്. 63,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇവരിതിന് ചോദിക്കുന്ന പ്രൈസ് 4,75,000 രൂപയാണ്. നിങ്ങൾക്കിത് ഇതിൻ്റെ പറ്റി വില നെഗോഷ്യബിൾ ആയിരിക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാം. സ്ഥലം വരുന്നത് പത്തനംതിട്ടയാണ്. അടുത്ത് കാണുന്നത് നമ്മുടെ സ്വിഫ്റ്റാണ്, ഒരു ഗ്രേ കളർ സ്വിഫ്റ്റ്. ഒരു 2017 മോഡലാണ് ഈ സ്വിഫ്റ്റ് വരുന്നത്. 5 സീറ്റർ വണ്ടിയാണ്, ഫ്യൂവൽ ടൈപ്പ് പെട്രോളാണ്, സെക്കൻഡ് ഓണർഷിപ്പാണ്. ഇവരിത് ചോദിക്കുന്ന പ്രൈസ് 4,80,000 രൂപയാണ്. LXi ആണ്, സ്വിഫ്റ്റ് LXi. അലോയ് വീൽസും കാര്യമെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനൊക്കെയാണ് കണ്ടെടുത്തോളം. പിന്നെ വരുന്നത് നമ്മുടെ സെലേറിയോ ആണ്, മാരുതി സെലേറിയോ. ഇത് ZXi ആണ്, പെട്രോളാണ്, ട്രാൻസ്മിഷൻ മാനുവൽ. പിന്നെ ഓണർഷിപ്പ് ഫസ്റ്റാണ്. 31,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2018 മോഡലാണ്. ഇവരിത് ചോദിക്കുന്ന പ്രൈസ് 3,90,000 രൂപയാണ്. നിങ്ങൾക്ക് ഈ വിലയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ വണ്ടിയെ പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഞാനിപ്പോൾ ഈ വണ്ടിയുടെ എല്ലാം ഒരു ടോട്ടലൊരു ഓവർവ്യൂ കാണിച്ചു തരാം. ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഔട്ടർ ബോഡിയുടെ വീഡിയോ മാത്രം ചെയ്യുന്നത്. സെപ്പറേറ്റ് വീഡിയോ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഈ സെലേറിയുടെ ആണെങ്കിലും ആ സ്വിഫ്റ്റ് ആണെങ്കിലും i20 ആണെങ്കിലും. സ്വിഫ്റ്റാണ്. ടയറൊക്കെ കുറച്ച് തേഞ്ഞതെന്നാണ് തോന്നുന്നത്. അതെ, തേഞ്ഞതാണ്. അലോയ് വീൽസാണ് വരുന്നത്. സീറ്റുകൾക്കൊന്നും വലിയ കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്കടുത്ത i20 നോക്കാം. ഇത് ഡീസലാട്ടോ, i20 ഡീസലാണ് വരുന്നത്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്കോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കോ കമൻറ്റ് സെക്ഷനിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പറിൽ വിളിക്കാം. ഓക്കെ.